ഹായ് എവരിവൺ. നമുക്കിന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിലെ 3rd റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള അപർണ, അതുപോലെ തന്നെ നമ്മുടെ ക്ലാസിന്റെ ലീഡ് ഫാക്കൽറ്റി ആയിട്ടുള്ള അതുൽ സാർ, അതുപോലെ IPLSലെ ടീം മെമ്പേഴ്സ് ആയിട്ടുള്ള നിതിൻ സാർ, ജ്യോതിഷ് സാർ എന്നുള്ളവരാണ്. ഇപ്പോ ഏറ്റവും ആദ്യം തന്നെ അപർണയ്ക്ക് എല്ലാവിധമായിട്ടുള്ള അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. വളരെ നീണ്ട ഒരു കാലഘട്ടത്തെ ഹാർഡ് വർക്കിലൂടെയാണ് ഈ ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചേർന്നതെന്ന് നമുക്ക് 100% ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ IPLSന്റെ ടീമിനോടൊപ്പം ഉള്ള ഒരു ടീം എഫേർട്ടും തീർച്ചയായിട്ടും ഈ വിജയത്തിലേക്ക് എത്താൻ അപർണയ്ക്ക് അതുപോലൊരു കുടുംബത്തിന്റെ തന്നെ ഭാഗതയെ മാറ്റി എഴുതാൻ ഇത് ഇടയാക്കും. 3rd റാങ്ക് ഹോൾഡർ എന്നുള്ള നിലയിൽ ആദ്യത്തെ സെറ്റ് അഡ്വൈസ് മെമ്മോകളുടെ കൂട്ടത്തിൽ തന്നെ അപർണ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാവട്ടെ എന്ന് ആശംസിക്കുന്നു. 1,00,000-ലധികം സാലറിയോടുകൂടി മികച്ച ഒരു ജോലിയിലേക്ക് തന്നെ ഗവൺമെന്റ് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതിലും അഭിനന്ദനം അറിയിക്കുന്നു. കൂടുതൽ അപർണയെ പരിചയപ്പെടാനും അപർണയുടെ വിജയ വഴികൾ അറിയാനും നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും. അപർണയുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആയിട്ട് നമ്മുടെ എക്സ്പെർട്ട് ഫാക്കൽറ്റി മെമ്പർ ആയിട്ടുള്ള അതുൽ സാറിനെ ഏറ്റവും ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി ഈ വെബിനാറിലേക്ക് സ്വാഗതം. ഹായ് അപർണ, നല്ലതായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. ഹായ്, എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ എപ്പോഴും ഒരു കോഴ്സ് തുടങ്ങുമ്പോൾ ഞാൻ പറയും ആദ്യത്തെ 5 നമ്മൾ എത്തണമെന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അപ്പൊ ഇത്തവണ ആദ്യത്തെ 5 നമ്മുടെ 2 പേര് വന്ന് 4ാമത്തെ റാങ്കും അതുപോലെ 3ാമത്തെ റാങ്കും. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും സംസാരിക്കുന്നതും അപർണയോടാണ്. അപ്പൊ നമ്മള് ഈ ഒരു കാര്യം ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ജയിച്ചു നിൽക്കുന്ന ആളുകളുടെ വാക്കുകൾ കേൾക്കാൻ ഒത്തിരി ആളുകളുണ്ടാവും. കാരണം പല 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 പരീക്ഷയായിട്ട് നമ്മുടെ കോഴ്സ് തന്നെ എടുത്ത് സയന്റിഫിക് ഓഫീസർ കോഴ്സ് ഒക്കെ എടുത്തിട്ട് ഒത്തിരി കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ, ഞാൻ പറയാറുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ അപ്ലൈ ചെയ്ത് എനിക്കൊന്നും ഡിഗ്രി ഉള്ള ഒരുപാട് ആളുകൾ എഴുതിയ പരീക്ഷയിൽ ഒരു 3ാമത്തെ റാങ്ക് കിട്ടുക എന്ന് വെച്ചാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെയൊന്ന് സംസാരിക്കാം. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ എല്ലാവരും അത് പറയുന്നുണ്ട്. അപ്പൊ എന്റെ വക ഒരു വലിയൊരു അഭിനന്ദനങ്ങളുണ്ട്. കാരണം എനിക്ക് അഭിമാനമുണ്ട് അപർണയെ കുറിച്ച് പറയാനായിട്ട്. ഓക്കെ, അപ്പോ യെസ്. അപ്പൊ അപർണ, ഇപ്പൊ അപർണ നാട് വയനാട് അല്ലേ? വയനാടാണ്. ഓക്കെ. അപ്പൊ ഡിഗ്രി അപ്പൊ ഏതായിരുന്നു ചെയ്തത്? ഡിഗ്രി BSc ഫിസിക്സ് ആയിരുന്നു. ഇവിടെ തന്നെ വയനാട് തന്നെ WM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആണ് പഠിച്ചത്. പിന്നെ PG ചെയ്തു. PG ചെയ്തത് കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ആയിരുന്നു. പിന്നെ അതിനുശേഷം നെറ്റ് ക്വാളിഫൈ ചെയ്തു. ഇപ്പം ഇവിടെ കൽപ്പറ്റ ഗവൺമെന്റ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറർ ആയിട്ട് ഫിസിക്സിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ ഈ PSCയിലേക്ക് വരാനുള്ള ഒരു കാര്യം എന്താണ്? PSC പഠിക്കണം എന്നുള്ളതൊക്കെ? PSC ഞാൻ എനിക്ക് സ്വതവേ ഈ ജനറൽ ആയിട്ടുള്ള PSC എക്സാംസ് ഒന്നും ഞാൻ അങ്ങനെ അറ്റൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ പഠിച്ചിട്ട് എഴുതാറില്ല. എനിക്ക് എപ്പോഴും ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ജോബ് ചെയ്യണമെന്നാണ്. അത് അങ്ങനെ ആയിരിക്കുമല്ലോ, നമുക്ക് പഠിച്ചതിലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോബ് ചെയ്യുക എന്നുള്ളതായിരിക്കുമല്ലോ നമുക്ക് എപ്പോഴും ആഗ്രഹം. അതുകൊണ്ട് തന്നെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും വിളിച്ചാൽ മാത്രമേ ഞാൻ എഴുതാറുള്ളൂ. അപ്പൊ ഇത് ഈ പരീക്ഷയാണോ ആദ്യം എഴുതുന്നത്? അല്ല, ഇതിന് മുന്നേ സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു 2019. ആ സമയത്ത് അത് എഴുതി. പക്ഷെ അത് എനിക്ക് എന്താ പറയാ, വൃത്തിയായിട്ട് എഴുതാൻ പറ്റിയില്ല. നന്നായിട്ട് പഠിച്ചില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് അതെനിക്ക് എപ്പോഴും ഒരു ഭയങ്കര ഒരു വിഷമമുള്ള കാര്യം. കാരണം അത്രയും നല്ലൊരു എക്സാം എന്റെ കയ്യിൽ കിട്ടിയിട്ട് എനിക്ക് നന്നായി പ്രിപ്പയർ ചെയ്ത് എഴുതാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. അതെനിക്ക് പറ്റിയത് അന്ന് സിലബസ് നോക്കി, അതായത് സിലബസ് വൈസ് ഞാൻ ഫോളോ ചെയ്ത് പഠിച്ചില്ലായിരുന്നു. അതാണ് എനിക്ക് പറ്റിയത്. എനിക്ക് അപ്പം മനസ്സിലായി. അപ്പൊ പിന്നെ ഈ എക്സാം വന്നപ്പോ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, എന്താണോ സിലബസിൽ ഉള്ളത് ആ സിലബസ് ഫോളോ ചെയ്ത് തന്നെ അറ്റ്ലീസ്റ്റ് ആ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് എക്സാമിന് പോവുക എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു. അതാ നമ്മൾ ഈ ഒന്നും മറ്റൊന്നിന് കാരണമാവെന്ന് പറയില്ലേ, അതുപോലെയാണ് ശരിക്കും. ആ പരീക്ഷ കിട്ടിയത് കൊണ്ടാണ് ഇതിപ്പോ ഇങ്ങനെയൊക്കെ വന്നത്. അതെ അതെ അതെ, അതിൽ നിന്ന് പഠിച്ചിട്ട്, അതായത് അതിൽ നിന്ന് എനിക്ക് ആ എക്സാമിൽ നിന്നാണ് എനിക്ക് PSCക്ക് ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു തോന്നൽ വന്നത്. ഞാനിപ്പോ കുട്ടികളോട് പറയാറുണ്ട്, ഈ കണ്ടൊരു മാനം കാട് കയറി എന്നും അതും ഇതും ഒന്നും പഠിക്കരുത്.
പിന്നെ എന്താണോ സിലബസ് നമുക്ക് തന്നിരിക്കുന്നത് ആ സാധനം കൃത്യമായിട്ട് പഠിക്കുക. പണ്ടൊക്കെ ഈ PSC ഇങ്ങനെ കാർഡ് അടച്ച് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ചോദിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ആളുകൾ കേസിനൊക്കെ പോകുന്നതുകൊണ്ട് അവര് ആ സിലബസിൽ മാക്സിമം ഒരു 98% ആ സിലബസിന്റെ നിന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അതിപ്പോ അപർണയെ സംബന്ധിച്ചോളം അത് വളരെ ഗുണമായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ആ സിലബസ് ആദ്യം നമ്മൾ കുറെ എടുത്തെങ്കിൽ അവസാനം ഞാൻ പറഞ്ഞു നമുക്ക് ഈ സിലബസ് മതി, ഇത് മാത്രം പഠിച്ചാൽ മതി. അപ്പോഴും പല കുട്ടികളോട് നമ്മളോട് ചോദിക്കണം, സാറേ അത് പഠിക്കണ്ടേ ഇത് പഠിക്കണ്ടേ. അപ്പൊ ഞാൻ പറയും നിങ്ങൾ വിശ്വസിക്കുക, ഇത് മാത്രം ഇരുന്ന് പഠിക്കും നിങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് ആളുകളോട്. അപ്പോ അപർണ ഇപ്പൊ പറയുന്ന വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. സിലബസ് എന്താണോ അത് വളരെ നീറ്റായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിനു മുമ്പ് അപ്പൊ ആ സയന്റിഫിക് ഓഫീസർ മാത്രമേ എഴുതിയിട്ടുള്ളൂ അല്ലേ? സബ്ജക്ട് ബേസ്ഡ് ആയിട്ട് ആ എക്സാം എഴുതിയിട്ടുള്ളൂ. ബാക്കി വേറെ എക്സാംസ് ഒന്നും വിളിച്ചില്ല അതിന്റെ ഇടയിൽ. അതാണ് വളരെ ഫിസിക്സുകാർക്ക് വളരെ ചുരുക്കമായിട്ടുള്ള PSCകളെ അങ്ങനെ വിളിക്കാറുള്ളൂ. പക്ഷെ അത് ഏറ്റവും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഗുണമാണ്. കാരണം നമ്മുടെ LDC ഒക്കെ പഠിക്കണമെങ്കിൽ വർഷങ്ങളുടെ പ്രയത്നമാണ് ആളുകൾ കിടന്ന് കാണിക്കുന്നത്. സബ്ജക്റ്റിൽ നിന്ന് വിട്ടും പോകും ജോലിക്ക് വേണ്ടിയിട്ട്. പക്ഷെ ആത്മാർത്ഥമായിട്ട് നമ്മളൊരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും അതിന് നമ്മൾ പ്രണയിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എത്തും എന്നുള്ളതാണ്. പിന്നെ ഈ ബാക്കി പ്രിപ്പറേഷൻസിന്റെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ് എങ്ങനെയാണ് ഇതിന്റെ ഒരു ലീഗൽ മെട്രോളജി വിളിച്ചു? സ്റ്റാർട്ടിംഗ് പോയിന്റ് സിലബസ് നോക്കി കഴിഞ്ഞപ്പോ എനിക്ക് +2 ബേസ്ഡ് ആയിരുന്നല്ലോ, ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ. അപ്പം അത് കണ്ടപ്പോ എനിക്ക് ആദ്യം സ്വന്തമായിട്ട് പഠിക്കാന്നാണ് തോന്നിയത്. അപ്പൊ ഞാൻ സെൽഫ് സ്റ്റഡി ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ സെൽഫ് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ഫീൽ ചെയ്തു ഞാനിങ്ങനെ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമല്ല, എനിക്ക് എക്സാംസ് കിട്ടിയിട്ട് എനിക്ക് കുറച്ച് എഴുതി നോക്കാമെന്നുള്ളൊരു ഇത് വന്നു. മോക്ക് ടെസ്റ്റ് വേണം എന്ന് തോന്നി. ആ സമയത്താണ് ഞാൻ ഇങ്ങനെ തപ്പി നോക്കി അങ്ങനെ പോയപ്പോഴാണ് ഞാൻ ഈ I+ന്റെ ഇത് കാണുന്നത്. അങ്ങനെയാണ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ കോഴ്സിൽ ജോയിൻ ചെയ്തപ്പോ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. ഞാൻ ഏപ്രിൽ പകുതിയൊക്കെ ആയി തോന്നുന്നു ജോയിൻ ചെയ്ത സമയത്ത്. അപ്പോഴേക്കും ഞാൻ സ്വന്തമായിട്ട് കുറച്ച് സിലബസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റിയില്ല. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് പ്രിപ്പയർ അപ്പൊ എനിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോ തോന്നി എനിക്ക് കുറച്ചും കൂടെ നേരത്തെ ജോയിൻ ചെയ്യായിരുന്നെങ്കിൽ ഞാൻ സ്വന്തം പഠിക്കേണ്ട അത്ര എഫേർട്ട് എനിക്ക് വേണ്ടി വരില്ലായിരുന്നു. അതെ യെസ്. അപ്പൊ ബാക്കിയുള്ള പോർഷൻസ് ഞാൻ I+ന്റെ വീഡിയോസ് എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. എസ്പെഷ്യലി പാർട്ട് എയിലൊക്കെ ഇലക്ട്രോണിക്സ് മെഷർമെന്റ്സ് ആൻഡ് ആ ഒരു പാർട്ടും, പിന്നെ കെമിസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് അനലിറ്റിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള പോർഷനൊക്കെ അതൊന്നും എനിക്ക് അറിയാത്ത പോർഷൻസ് ആയിരുന്നു. അപ്പൊ ആ പോർഷൻസ് ഒക്കെ എനിക്ക് I+ന്റെ വീഡിയോസ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ മോക്ക് ടെസ്റ്റ് തീർച്ചയായും ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പഠിക്കുക എന്നതിലുപരി മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ എക്സാംസ് എഴുതുന്ന സമയത്ത് ഒന്നും കൂടെ സ്ട്രോങ് ആവും. നമുക്ക് അത് എപ്പോഴും നമ്മുടെ മെമ്മറിയിലും മൈൻഡിലും നിൽക്കും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം മോക്ക് ടെസ്റ്റ് വളരെ നല്ല ക്വാളിറ്റിയുള്ള മോക്ക് ടെസ്റ്റ് ആയിരുന്നു I+ന്റെ. അത് എല്ലാം തന്നെ അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ എക്സാമിന് പോയത്. പിന്നെ എന്താ റിവിഷൻ ചെയ്യുക. അതായത് ഞാനൊരു മെയ് പകുതി ആയി കഴിഞ്ഞപ്പോഴേക്കും പോർഷൻസ് തീർത്തു. സിലബസ് പ്രകാരമുള്ള പോർഷൻസ് തീർത്തിട്ട് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തു. ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്സിന് കാര്യമായിട്ട് നോട്ട്സ് ഉണ്ടാക്കിയില്ല. പക്ഷെ ഫിസിക്സിനും കെമിസ്ട്രിക്കും കമ്പ്യൂട്ടർ സയൻസിനും എനിക്ക് കൃത്യമായിട്ട് നോട്ട് ഉണ്ടായിരുന്നു. അപ്പം മെയ് പകുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ റിവിഷന് മാത്രമാണ് ഞാൻ ടൈം ചെയ്തത്. അത് പുതുതായിട്ട് വേറൊരു ടോപ്പിക്കും പിന്നെ പഠിച്ചില്ല. ജസ്റ്റ് എന്റെ കയ്യിലുള്ള നോട്ട് വായിച്ചുകൊണ്ടിരിക്കുക, പിന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ പിന്നെ എക്സാം വരെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുപോലെ മാത്സ് ആണെങ്കിൽ മാത്സ് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. അത് തിയറി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നതാണ് കൂടുതൽ എഫക്റ്റീവ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് മാത്സ് കൂടുതൽ പ്രോബ്ലംസ് ചെയ്തു. ഇത് തിയറി റിവൈസ് ചെയ്യുന്നതിനൊപ്പം മോക്ക് ടെസ്റ്റും കൂടെ ചെയ്തു. ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ. അതാണ് ഞങ്ങളിപ്പോ ഈ അപർണ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഓരോ കോഴ്സ് കഴിയുന്തോറും ഇങ്ങനെ ടെസ്റ്റ് കൂടുതൽ ആഡ് ചെയ്യും. ഇപ്പൊ നമ്മൾ സയന്റിഫിക് ഓഫീസർ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു യൂണിറ്റിൽ നിന്ന് ഒരു 300 ചോദ്യങ്ങൾ, ഇപ്പൊ നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോ ക്ലാസിക്കൽ മെക്കാനിക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ
ഓരോ ചെറിയ ചെറിയ ടോപ്പിക്കിൽ 25 ചോദ്യങ്ങൾ വെച്ച് ഒരു യൂണിറ്റിൽ നിന്ന് 300 ചോദ്യങ്ങൾ, അതാണ് എന്റെ കണക്ക്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പോർഷൻ വളരെ പതുക്കെ ആയിരിക്കും ഇങ്ങനെ പോകുന്നത്. പക്ഷെ ഈ ഒരു ദിവസവും 2-3 ടെസ്റ്റുകൾ വെച്ച് ഇങ്ങനെ മൾട്ടിപ്പിൾ ചോയ്സ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യും ഒത്തിരി ആയിട്ട്. അപ്പൊ ഞാൻ പറയാറുണ്ട്, നമുക്ക് ഈ ലീഗൽ മെട്രോളജിയിൽ നമുക്ക് ഇങ്ങനെ റാങ്ക് കിട്ടി. അപ്പൊ ഞാൻ പറയും അടുത്ത പ്രാവശ്യം IPLSൽ ഇതിലും കൂടുതൽ റാങ്കുകൾ വരും. കാരണം നമ്മൾ ആ രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ പോകുന്നത്, പതുക്കെ 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 ഓരോ ചോദ്യങ്ങൾ വെച്ച്. ഇപ്പൊ ഞാൻ പോലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സെറ്റ് ചെയ്യാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കംപ്ലീറ്റ് നമ്മൾ അതിന്റെ പുറകിരിക്കണം. കാരണം സെറ്റ് ചെയ്യുമ്പോൾ ചോദ്യം വേണം, അതിന് സൊല്യൂഷൻ വേണം, ഇതെല്ലാം. ചിലപ്പം ചില ടോപ്പിക്കൊന്നും ചോദ്യങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കുത്തിയിരുന്ന് പുസ്തകം വായിച്ച് അതിൽ നിന്ന് നമ്മളെ സ്വന്തമായിട്ട് പ്രോബ്ലംസ് പ്രിപ്പയർ ചെയ്ത് പിള്ളേർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ പുതിയ കോഴ്സുകളിൽ. അപ്പൊ ഞാൻ ഓരോ കോഴ്സ് പുതുതായിട്ട് ചെയ്യുമ്പോഴും ഞാൻ ഓർക്കും, ദൈവമേ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് കുറച്ചാണല്ലോ കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് കുറെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഓരോ കോഴ്സ് കഴിയുന്നവരും അത് മതിയാവില്ല, പിന്നെയും ഇങ്ങനെ കൊടുക്കാനായിട്ട് പോകും. അപ്പൊ അതുകൊണ്ട് ശരിക്കും റിസൾട്ടുകൾ നല്ലതായിട്ട് കിട്ടുന്നതാണ് ഞങ്ങൾ പഠിച്ചത്. എനിക്കറിയാം സർ, ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് കോഴ്സിന്. അതാണ്. പിന്നെ ഇപ്പൊ ഈ പ്രിപ്പറേഷന്റെ ടൈമിൽ ഉണ്ടാവുന്ന ഡിഫിക്കൽട്ടീസ് ഒക്കെ എന്തൊക്കെയായിരുന്നു ശരിക്കും? എല്ലാവരും പല ആളുകളും പല സാഹചര്യമാണ്, പിന്നെ പല ബുദ്ധിമുട്ടും. അപ്പൊ ചില ആളുകൾ ഈ ബുദ്ധിമുട്ടൊരു തടസ്സമായിട്ട് പറഞ്ഞ് പഠിക്കാതിരിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകളാണെങ്കിൽ വീട്ടിൽ കുട്ടിയുണ്ട്, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ഇങ്ങനെയൊക്കെയാണ്, അപ്പൊ അതുകൊണ്ട് അതിന്റെ പാടുണ്ട്, പഠിക്കുകയാണ്, അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് ഒത്തിരി ആളുകൾ പറയാറുണ്ട്. അപ്പോ അപർണയുടെ ആ ഒരു സ്റ്റഡിയിൽ ഉണ്ടാവുന്ന കുറച്ച് ഡിഫിക്കൽട്ടീസ് ഒക്കെ എന്തൊക്കെയാണ്? നമുക്ക് അതും അറിയണ്ടേ, എങ്കിലല്ലേ അതുള്ള ആളുകൾക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. ഡിഫിക്കൽട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മള് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു മടുപ്പ് തോന്നും. ഇനി ഇങ്ങനെ പഠിക്കുമ്പോൾ വരുന്നൊരു സ്വാഭാവികമായിട്ട് വരുന്ന ഒരു മടുപ്പുണ്ടല്ലോ, അത് ആ നിമിഷമൊക്കെ നമ്മൾ ഇനിയിപ്പോ വേണ്ട, പിന്നെ കുറച്ച് കഴിഞ്ഞ് പഠിക്കാമെന്ന് വിചാരിച്ചിരുന്നാൽ നമ്മൾ ഭയങ്കര ലാഗായിട്ട് പോവും. അപ്പൊ അത് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ തന്നെ വളരെ നല്ലതായിരിക്കും. പിന്നെ ഡിഫിക്കൽട്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജോലി വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിഫിക്കൽട്ടീസ് ഒന്നും ഒരു ബുദ്ധിമുട്ടല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഞാന് ഗസ്റ്റ് ലെക്ചറായിട്ട് അതെ ഗസ്റ്റ് ലെക്ചർ ആയിട്ട് പോകുമ്പോ എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ബാക്കി എല്ലാവരെയും കാണുന്ന സമയത്ത് ഇവരൊക്കെ പെർമനന്റ് ടീച്ചേഴ്സ് ആണല്ലോ, ഇപ്പൊ എനിക്ക് എന്താണ് ഒരു പെർമനന്റ് ആയിട്ട് ഒരു ജോബ് കിട്ടുക എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ. അല്ല ഞാൻ പറയാം, ഇപ്പൊ ഒരു ട്രെൻഡ് ഉണ്ട്, ആള് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ്, അല്ല ഗവൺമെന്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ് ടാഗ് ഒക്കെ ഇട്ടിട്ട് ആളുകൾ വരുന്ന കാണുമ്പോ കുട്ടികൾ പറയാറുണ്ട്, സാറേ ഇന്ന് ഞാൻ ടാഗ് ഇട്ട ഒരാളെ കണ്ട്, എനിക്കും തോന്നി ഇതുപോലെ ടാഗ് ഇട്ട് വരണമെന്ന്. ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ആൾക്കാരെ നമ്മുടെ ചുറ്റും കാണുമ്പോൾ ശരിക്കും നമ്മൾ മോട്ടിവേറ്റഡ് ആവുക ചെയ്യാം. അയ്യോ, അങ്ങനെ. അപ്പൊ കുറെ ആളുകൾ ഇങ്ങനെ പ്രിപ്പറേഷന്റെ ചൂടിൽ ഇപ്പോഴും ഉണ്ട് നമ്മുടെ സയന്റിഫിക് ഓഫീസറിന്റെ. അപ്പൊ അവർക്ക് ശരിക്കും അപർണയുടെ വാക്കുകളൊക്കെ ഭയങ്കര നല്ലതായിട്ട് ഉപകാരപ്പെടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഒരു കാര്യം കൂടി, ഈ ചുറ്റുമുള്ള ആളുകൾ മുഴുവൻ പറയാറില്ലായിരുന്നോ, ഇതെന്താ ഇതിൽ തന്നെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത്, ഒരു LDCക്ക് പഠിച്ചൂടെ, അല്ലെങ്കിൽ വേറെ യൂണിവേഴ്സിറ്റി ടെസ്റ്റിന് പഠിച്ചൂടെ എന്നൊക്കെ പറയാറില്ലേ, സ്ഥിരം കേൾക്കാറില്ലേ, PSC നോക്കിക്കൂടെ എന്ന്? അതൊക്കെ എങ്ങനെ ഓവർകം ചെയ്തു? അത് ഇങ്ങനെ, അതായത് ഇപ്പൊ നമ്മളോട് പുറത്തുള്ള ആൾക്കാർ നമ്മളിങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കും, PSCക്ക് നോക്കൂ, ഇങ്ങനെ അതിനു വേണ്ടി പഠിക്കൂ, അങ്ങനെ അതായത് നമുക്ക് എത്രത്തോളം ചെയ്യാൻ നമുക്ക് അറിയാം. പക്ഷെ എല്ലാവരും ഉപദേശിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അത് ഇന്ന് മാറണം, ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളത് മാത്രം ഞാൻ നോക്കിയിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്ക് അത്ര ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല, അധികം എക്സാംസ് വരുന്നില്ല. അപ്പൊ ഞാൻ പലപ്പോഴും വിചാരിക്കും വേറെ ഏതെങ്കിലും എക്സാംസിന് പ്രിപ്പയർ ചെയ്യാന്നൊക്കെ വിചാരിച്ച് ഞാൻ അതിലേക്ക് പോവാറുണ്ട്. പക്ഷെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് എന്തോ ഇവിടെ തന്നെ നിൽക്കണം എന്നുള്ളൊരു, ഫിസിക്സ് തന്നെ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ, അതിൽ ഒരുപാട് നേരം എനിക്ക് നിൽക്കാൻ പറ്റില്ല, തിരിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വരും. എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. കാരണം ഞാൻ PG ഒക്കെ കഴിഞ്ഞ സമയത്ത് ഇതുപോലെ അത് ആദ്യത്തെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പഠിക്കുന്ന സമയമായിരുന്നു. അപ്പൊ എന്നെ എന്നിട്ട് എല്ലാരും കൂടി പ്രഷർ ചെയ്ത് ഒരു PSC സ്ഥാപനം, ഞാൻ PSC സ്ഥാപനത്തിൽ പോയി ചേർന്നു. അവിടെ ചേർന്നു, വലിയ സ്ഥാപനമാണ്. അപ്പൊ ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വിളിക്കുകയാണ്, ആയിരക്കണക്കിന് വേക്കൻസികൾ ഉണ്ടാവും, ഭയങ്കര ജോലിയാണ്, പച്ചമഷിയൊക്കെ ഇട്ടിരിക്കാൻ 5-6 വർഷം കഴിയുമ്പോഴെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ PSC സെന്ററിൽ പോയി ജോയിൻ ചെയ്ത് ഒരാഴ്ച ഞാൻ പോയുള്ളൂ. എന്റെ ദൈവമേ, ഞാൻ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി. ഞാൻ പറഞ്ഞു ഈ സബ്ജക്ട് വിട്ടിട്ടുള്ള ഒരു പരിപാടിക്കും ഞാനില്ല എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ അധ്യാപന വൃത്തിയിലേക്ക്
ജോലിയിലേക്ക് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമാണ് പഠിക്കുന്നത് എങ്കിൽ Yes. ഒരിക്കലും നമുക്ക് സാറ് പറഞ്ഞില്ലേ ഡിഫിക്കൽട്ടീസ് എന്ന്. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ടതാണ് പഠിക്കുന്നതെങ്കിൽ ആ ഡിഫിക്കൽട്ടീസ് ഒന്നും നമ്മൾ അധികം ബാധിക്കില്ല. ബാധിക്കില്ല. നമുക്കതൊരു ഒരു ബേർഡൻ ആയിട്ട് തോന്നില്ല പഠിക്കുന്ന അതാ സമയത്ത്. അതാ 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 ഇതിപ്പോ എന്താ വെച്ചാൽ ആളുകൾ പറയുന്നത് നമ്മൾ ഒരു സേഫ്റ്റി നോക്കി LD അല്ലെങ്കിൽ അങ്ങനെയുള്ള ആയിട്ട് മാറും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ സബ്ജക്ട് ഉള്ളിൽ കിടക്കുന്ന അവിടെ നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഈ അതെ ശമ്പളവും കിട്ടുന്നതുകൊണ്ട് അവൻ അവിടെ തന്നെ ഇങ്ങനെ പിന്നെ ബാധ്യതകളായി കുടുംബമായി അങ്ങനെ അവർ അതിൽ തന്നെ ഇങ്ങനെ കിടന്ന് ഒരു ലൂപ്പ് അടിക്കും. ഇവർ പുറത്തേക്ക് വരില്ല. ആ, നമ്മൾ ആ ജോലികളൊന്നും മോശമാണെന്നല്ല പറയുന്നത്. അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ അതിന് പോകണം. പക്ഷെ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ഇത്രയും പഠിച്ചതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാഴ്ചപ്പാടുള്ളത് തീർച്ചയായിട്ടും ഇപ്പൊ പറഞ്ഞതിനെ പോലെ മറ്റുള്ളവരുടെ വാക്കുകൾ ചെവിക്കൊള്ളാതെ അതിന് വേണ്ടിയിട്ട് വളരെ നല്ലതായിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ള ഇപ്പൊ അപർണ തന്നെ ഒരു ബെസ്റ്റ് ഉദാഹരണമാണ്. അതാണ് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റിയ ഒരു ആള് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. താങ്ക് യു സാർ. പിന്നെ വയനാട് എങ്ങനെയുണ്ട് എന്നിട്ട് ഇപ്പൊ കാലാവസ്ഥയൊക്കെ? നമ്മളൊക്കെ ഇവിടെ വലിയ ചൂടിലിരിക്കുന്ന ആളുകളാണ്. ഇവിടെ ചൂടുണ്ട്. അതായത് സാധാരണയുള്ള കാലാവസ്ഥേനേക്കാളും ചൂടുണ്ട്. ചൂടുണ്ട്. പകല് ഒരു 10 to 4 നല്ല ചൂടാണ്. രാത്രിയാണെങ്കിൽ ആ. ഇപ്പൊ പുറത്തിറങ്ങിയിരിക്കുമ്പോഴൊക്കെ നല്ല തണുപ്പാണ്. പക്ഷെ ഉള്ളിൽ കയറിയിരിക്കുമ്പോ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോ എന്തായാലും ആദ്യത്തെ ഒരു അഡ്വൈസുകളിൽ തന്നെ എന്തായാലും അപർണയ്ക്ക് കിട്ടുന്നുള്ള ഒരു ഉറപ്പാണ്. അത് സംശയം വേണ്ട. അപർണയ്ക്ക് ടെൻഷനും വേണ്ട. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് ചുരം ഇറങ്ങി ഇനി കേരളത്തിലെ പല സ്ഥലങ്ങളിലും ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ഒന്ന് ആലോചിക്കണം. നമ്മൾ പോലീസാണെങ്കിൽ പോലും SI സബ് ഇൻസ്പെക്ടർ എന്നാണ് പറഞ്ഞു പോകുന്നത്. അതിനേക്കാൾ കൂടിയ റാങ്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ. ഡയറക്ട് ഇൻസ്പെക്ടർ റാങ്കിൽ നമ്മൾ കയറുന്നത്. പറയുകയാണെങ്കിൽ ഒരു CI റാങ്ക്. നമ്മൾ ആ യൂണിഫോം ഇടുകയാണെങ്കിൽ തന്നെ 3 സ്റ്റാർ ആണ് നമ്മൾ വെക്കുന്നത്, ഇൻസ്പെക്ടർ റാങ്കിൽ വരുന്നത്. പിടി കിട്ടിയോ? അപ്പൊ അത്രയും വലിയൊരു ജോലിയിലേക്കാണ് ശരിക്കും അപർണ പോകുന്നത്. അതാണ് വയനാട് ചുരം ഇറങ്ങി ഇനി കേരളത്തിലെ പല സ്ഥലങ്ങളും സ്റ്റേറ്റ് വൈഡ് ആണ്. പല സ്ഥലങ്ങളിലും ഇൻസ്പെക്ടർ ആയിട്ട് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ആയിട്ട് ഞാൻ പറയാറുണ്ട്. ആ കോഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ പറയുമായിരുന്നു, പിന്നെ കടയിൽ ചെന്നിട്ട് എടുക്കണം, അതിന്റെ ത്രാസ് ഇങ്ങോട്ട് എടുക്കണം. പെട്രോൾ പമ്പിൽ ചെന്നിട്ട് അവിടെ ചെറിയ മെഷർമെന്റ് ഇതൊക്കെ എടുത്തിട്ട് അളന്നൊക്കെ നോക്കിയിട്ട് കേസൊക്കെ ഇടാൻ പറ്റുന്ന പവറുള്ള ആളാവും. പിന്നെ സാർ I+ന്റെ ഇന്റർവ്യൂ സെക്ഷനും നന്നായിരുന്നു കേട്ടോ. അതെയോ? കോച്ചിന്റെ സമയത്ത് ഇന്റർവ്യൂ സെക്ഷൻ അറേഞ്ച് ചെയ്ത് തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കറക്റ്റ് ടൈമില് അറേഞ്ച് ചെയ്ത് തരുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. ഇന്റർവ്യൂ സെക്ഷനില് ആദ്യം ഈ ഫിസിക്സ് വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് മാനേജ് ചെയ്തു പോവാം. നമുക്ക് തീരെ അറിയാത്തതായിരുന്നു ലീഗൽ മെട്രോളജിയുടെ. അപ്പം ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്ത സമയത്ത് ലീഗൽ മെട്രോളജിയുടെ ഒരു സൈറ്റിലൊക്കെ കയറി വെച്ചപ്പോ ഒരു PDF ഒക്കെ കിട്ടി. അപ്പൊ അതൊക്കെ വെച്ച് അതിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ വായിച്ച് സെറ്റാക്കി കുറച്ച് അറിയാന്നൊക്കെ ഉള്ള രീതിയിലാണ് ഞാൻ ഇന്റർവ്യൂ സെക്ഷനിൽ കയറിയത്. പക്ഷെ അന്ന് വന്ന സാറ് സംസാരിച്ച് കേട്ടപ്പോ എനിക്ക് അറിയാത്ത പല കാര്യങ്ങളും ഉണ്ടല്ലോ, അപ്പൊ ഇതൊക്കെ ഞാൻ പഠിക്കണല്ലോ എന്നുള്ള ഒരു ചിന്ത എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത്. എന്നിട്ട് അഗെയിൻ ഞാൻ പോയിട്ട് സാറ് പറഞ്ഞത് എന്തൊക്കെയാണോ അത് സെർച്ച് ചെയ്ത് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പിന്നെ ആഡ് ചെയ്തിട്ടാണ് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തത്. അപ്പൊ വളരെ ഹെൽപ്ഫുൾ ആയി. കാരണം ഇന്റർവ്യൂവിന് ചെന്ന സമയത്ത് LMI റിലേറ്റഡ് ആയിട്ട് ചോദിച്ച ലീഗൽ മെട്രോളജി റിലേറ്റഡ് ആയിട്ട് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനും തന്നെ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അറ്റൻഡ് ചെയ്യാം. സാധാരണ അതങ്ങനെ അതിന്റെ ക്രെഡിറ്റ് ശരിക്കും അലൻ സാറിനാണ് പറയുന്നത്. അലൻ സാറും ടീമുമാണ് ഒരു ഒറിജിനൽ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറെ പോയി കണ്ടുവന്ന് നമ്മുടെ ഇന്റർവ്യൂ സെഷൻ നല്ല ഉഷാറാക്കിയത്. അപ്പൊ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമായി പോയി. കാരണം ഇനിയിപ്പോ നമ്മളും നമ്മുടെ ഭാഗം ക്ലിയർ ആക്കണ്ടേ. ലീഗൽ മെട്രോളജിയുടെ ഭാഗം ആ സാറ് വന്ന് സൂപ്പർ ആക്കി. പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കുന്നതോട് നമ്മളും മാക്സിമം ഫിസിക്സിന്റെ സെക്കൻഡ് സെക്ഷനിലെ ഫിസിക്സും അങ്ങനെ തന്നെ. ഇപ്പം എവിടുന്ന് ചോദിക്കും നമുക്കറിയില്ല. ബേസിക്സ് ആണ് ചോദിക്കുക അറിയാം. എന്റെ ഒരു ഫ്രണ്ട് സീനിയർ ഇൻസ്പെക്ടർ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ എന്നോട് പറഞ്ഞത് എന്തായാലും ബേസിക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഫിസിക്സിന് ചോദിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴും നമുക്ക് ബേസിക്സ് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ടല്ലോ, എവിടെ ഫോക്കസ് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പൊ ആ സെക്ഷനും കൂടെ കണ്ടപ്പോ ഇന്നതൊക്കെ നമ്മൾ നോക്കിയിട്ട് പോണം എന്നുള്ളൊരു ഐഡിയ കിട്ടി. ഒരുപാട് സന്തോഷം തോന്നി അപർണ അത് പറഞ്ഞു കേട്ടപ്പോഴേ. പലപ്പോഴും I+ല് ഞാനിപ്പോ നമ്മുടെ ഒരു ലൈഫിന്റെ പർപ്പസ് എന്നൊക്കെ തോന്നുന്നത് തന്നെ ഇതാണ്. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളിൽ അധികം ചെയ്യുക. കുട്ടികൾക്ക് എന്താണ് വേണ്ടത്? നിതിൻ സാറൊക്കെ ഓടി നടന്നാണ് ഒരാളെ കണ്ടുപിടിച്ചത്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ സംസാരിക്കാനും പരിമിതികളുണ്ട്. നിങ്ങളെയൊക്കെ ഓർത്തിട്ടാണ് ശരിക്കും അദ്ദേഹം സംസാരിച്ചത്. സ്റ്റുഡൻസിന് എന്തെങ്കിലും ഒരു പ്രയോജനം. അദ്ദേഹം ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോയപ്പോ ഒരു ഗൈഡൻസ് കിട്ടിയില്ല. ആ ഒരു ഗൈഡൻസ് പൂർണ്ണമായും സൗജന്യമായിട്ടാണ് നമ്മളും സെഷൻസ് അറേഞ്ച് ചെയ്തത്. അപ്പൊ അതൊക്കെ പ്രയോജനപ്പെടുന്നു. നമ്മുടെ ഒരു 13th റാങ്ക് കിട്ടിയ കുട്ടി എന്നൊരു മെസ്സേജ് അയച്ചിരുന്നു. ഇന്റർവ്യൂവിന് 13 മാർക്ക് കിട്ടി. കിട്ടാവുന്നതിൽ മാക്സിമം മാർക്ക് കിട്ടി.
അത് ഈ ട്രെയിനിങ് കൊണ്ട് മാത്രമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു ലൈഫിന്റെ പർപ്പസ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷം തോന്നും ഇങ്ങനത്തെ സമയങ്ങളിൽ. അത് ഒരു ടീമിന്റെ എഫേർട്ട് തന്നെയാണ്. നിതിൻ സാറും ജ്യോതിഷ് സാറും ഒക്കെ കുറെ എഫേർട്ട് എടുത്തു. അതുൽ സാറാണ് നിങ്ങൾക്ക് വേണ്ടി ചത്ത് കിടന്ന് പണിയെടുക്കും. ഞാൻ ചിലപ്പോ ഒക്കെ പറയാറുണ്ട് പോയി കിടന്ന് ഉറങ്ങാൻ. അപ്പൊ ആ രീതിയിൽ പണിയെടുക്കുന്ന മനുഷ്യന്മാരുണ്ട്. അത് റെക്കഗ്നൈസ് ചെയ്യുന്നു. അപർണ ഒരു നല്ല വാക്ക് പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. ഓക്കെ അതുൽ സാർ, ഞാനൊന്ന് സന്തോഷം തോന്നിയപ്പോ ഇടപെട്ടതാണ്. ആഹാ. കണ്ടിന്യൂ ചെയ്തോളൂ. അല്ല അങ്ങനെയല്ല, നമ്മള് ഒരു ഇന്ററാക്ഷൻ അല്ലേ ശരിക്കും. അതാണ്. അപ്പോ പറഞ്ഞോളൂ, അപ്പുറം പറയൂ, എന്തോ പറയാമെന്നല്ലോ. അത് കോഴ്സിന് ജോയിൻ ചെയ്യുന്നവരൊക്കെ സ്വന്തമാണെന്ന് കരുതിയിട്ട് ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്തു തരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. ഞങ്ങൾ അങ്ങോട്ടും താങ്ക്സ് പറയാണ്. ഇത്രയും നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചില്ലേ, ആദ്യത്തെ 5 റാങ്ക്. ഞാൻ ആദ്യം എന്നോട് പറഞ്ഞു 5 റാങ്ക് 4 റാങ്കൊക്കെ നമ്മുടെ കുട്ടികൾക്കാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. ദൈവമേ, കുട്ടികൾ ഇത്രയും എഫേർട്ട് ഇട്ട് നല്ലതായിട്ട് പഠിച്ച് വാങ്ങിച്ചല്ലോ എന്ന്. നമ്മൾ കോഴ്സ് ഒക്കെ എത്ര തന്നാലും പിള്ളേരെല്ലാം പൈസ തന്ന ആദ്യം കോഴ്സ് എടുക്കും. എന്നിട്ട് പിന്നെ അവർ ആദ്യത്തെ ഒരു ചൂടേ ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇവരൊക്കെ വേറെ കാര്യങ്ങൾക്കൊക്കെ പോകുമോ ഇതൊക്കെ എന്ന് പറഞ്ഞ്. അപർണയോട് ഒരു വലിയൊരു കാര്യം എനിക്ക് ചോദിക്കാണ്. അതായത് ഈ പോസ്റ്റ് വിളിച്ച സമയത്ത് പ്രതീക്ഷിത ഒഴിവുകൾ എന്നാണ് പറയുന്നത്. ഒന്നായിരുന്നു അല്ലേ? അങ്ങനെ ഉണ്ടായിരുന്നോ? യെസ്, ഒന്നായിരുന്നു. അപ്പൊ അപർണ എല്ലാരും ചിന്തിക്കുന്ന ഒരു സ്വാഭാവിക ചിന്തയാണ്, ഒരു വേക്കൻസി അല്ലേ, കേരളത്തിൽ എത്രയോ ആളുകൾ അപേക്ഷിക്കുന്നു, ഇത് ആർക്ക് കിട്ടാൻ എന്ന് ചിന്തിക്കില്ലേ മിക്കവരും. ഞങ്ങൾ വിളിക്കുന്ന എല്ലാവരും ചോദിക്കുന്നതാ, സാറേ ഒരു ഒഴിവല്ലേ ഉള്ളൂ, അല്ലെ പ്രതീക്ഷിത ഒഴിവുകളല്ലേ ഉള്ളൂ, ഇതേ നമ്മൾ എഴുതിയിട്ട് വലിയ കാര്യം ഉണ്ടെന്ന്. അപ്പൊ ആ ഒരു ചോദ്യം അവരുടെ മനസ്സിൽ അപർണ തന്നെ ചോദിച്ചിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് അതിനെ ഓർക്കം ചെയ്തത്? അങ്ങനെ സ്വാഭാവികമായി ഇങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ കുറെ വീഡിയോസ് I+ന് തന്നെ ഇതിന്റെ ഓറിയന്റേഷൻ ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? അതായത് യൂട്യൂബിൽ കുറെ വീഡിയോസ് അവൈലബിൾ ആയിരുന്നു. അപ്പൊ അതിലൊക്കെ കണ്ടപ്പോൾ വേറെ എക്സാമ്പിൾസ് എടുത്തിട്ട്, വേറെ എക്സാമ്പിൾസ് ഒക്കെ എടുത്തിട്ട്, അന്ന് വേക്കൻസി നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് വേക്കൻസി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, അതിനുശേഷം ഇത്ര അഡ്വൈസ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, പിന്നെ എന്താ വെച്ചാൽ എനിക്ക് ചെയ്യാൻ വേറെ ഒന്നുമില്ല, അപ്പം ഇതിന് മാക്സിമം എഫേർട്ട് ഇടേ, എത്ര വേക്കൻസിയോ ആയിക്കോട്ടെ, കിട്ടുകയാണെങ്കിൽ നമുക്ക് കിട്ടുമല്ലോ എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോയത്. നമ്മളെ വേക്കൻസി ഒന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ലല്ലോ, കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയുടെ പുറത്ത് ചെയ്തു. ഞാനാണേലും കുട്ടിയോട് പറയാറുണ്ട്, ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടേഴ്സ് അവര് സീനിയർ ഇൻസ്പെക്ടേഴ്സ് ആയിട്ട് അവര് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അവർക്ക് പ്രൊമോഷൻ പിടികിട്ടിയോ, അപ്പൊ ആ വേക്കൻസികൾ ഫില്ലാവും. പിന്നെ റിട്ടയർമെന്റ് വരുമ്പോ ആ വേക്കൻസികൾ വേക്കന്റ് വരും. അപ്പൊ അതൊക്കെ ഇതിൽ നിന്നൊക്കെ ഫില്ലായി പോകുന്നു ഒത്തിരി ആയിട്ട്. പിടികിട്ടിയോ? അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയാം, ഉദാഹരണമാണ് ഇപ്പൊ പറഞ്ഞുതരാം. അതായത് 2022 നിലവിൽ വന്ന ലിസ്റ്റ്, അതായത് നമ്മുടെ ഫിംഗർ പ്രിന്റ് സെർച്ചർ പോലീസിലേക്കുള്ള നല്ല പോസ്റ്റാണത്. നമ്മൾ ഫിംഗർ പ്രിന്റ് ഒക്കെ നോക്കുന്ന ആളുകളല്ലേ, ഈ പൊടിയൊക്കെ ഇട്ടിരിക്കുന്ന തട്ടുന്ന ആളുകൾ. അത് അന്ന് ശരിക്കും വിളിച്ചിരുന്ന ഒരു വേക്കൻസി, സെയിം ഒറ്റ വേക്കൻസിക്കാണ് അത് വിളിച്ചിരുന്നത്. അപ്പോ ഇതുപോലെ ഒത്തിരി ആളുകൾ കുറെ ആളുകൾ അപേക്ഷിച്ചില്ല ആ പോസ്റ്റ്. നമ്മൾ I+ അന്ന് നമ്മൾ കോഴ്സൊന്നും തുടങ്ങിയിട്ടില്ല ആ സമയത്ത്. ഒത്തിരി ആളുകൾ അപേക്ഷിച്ചിട്ടില്ല. ഇതൊക്കെ ഒരു വേക്കൻസിക്ക് എന്തോ പഠിക്കാനാ, കോവിഡ് സമയത്ത് അത് വിളിച്ചത്. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അതെടുത്ത് നോക്കി, ഞാൻ ഇങ്ങനെ ഇതെല്ലാം മോണിറ്റർ ചെയ്യും. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 1 വർഷം തികയുമ്പോൾ 11 വേക്കൻസികൾ അതിൻ്റെ അകത്തുനിന്ന് ഫില്ലായി. 11. പക്ഷെ അവിടെ ശരിക്കും 22 വേക്കൻസി വരേണ്ടതാണ്. കാരണം ഈ ഒരാളെ പുറത്തുനിന്ന് എടുക്കുമ്പോൾ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ മിനിസ്ട്രിയൽ സ്റ്റാഫ് ആണല്ലോ, ക്ലർക്കുമാർ അങ്ങനെയുള്ള സ്റ്റാഫ്, അവരുടെ എടുക്കുന്ന ഒരാളെ ഇവരെടുക്കും. അപ്പോ 1:1 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അത്. അപ്പോ ടോട്ടൽ 22 വേക്കൻസികൾ ഫില്ലായിട്ടുണ്ട് അതിൻ്റെ അത്. അപ്പൊ അതിൽ 11 പേരെ നമ്മുടെ ലിസ്റ്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഒരു വേക്കൻസിക്ക് വിളിച്ചതിൽ 1 വർഷമായപ്പോൾ തന്നെ 11 പേര് എടുത്തു. ഇനി 2 വർഷം കൂടി ഉണ്ട്. അപ്പൊ എങ്ങനെയൊക്കെ പോയാലും 10, 33, 40, 48 വേക്കൻസികൾ പോലും അതിൻ്റെ അകത്ത് ഫില്ലാവും. ഇപ്പോൾ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ഇപ്പൊ ലിസ്റ്റ് വന്നേ ഉള്ളൂ. ഇനി 3 വർഷം കാലാവധി ഉണ്ട്. എത്രയോ വേക്കൻസികൾ ഇതിൻ്റെ അകത്ത് ഇനി ഫില്ലാവും. അപ്പൊ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ അപർണയ്ക്ക് ഇനിയിപ്പോ ഇപ്പൊ നമ്മുടെ കുറെ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത്? വലിയ വിജയിച്ചിരിക്കുന്ന ആളായതുകൊണ്ടാണ് അവരോട് എന്താ പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് എന്താ ചോദിച്ചാ, ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് പഠിക്കാതിരിക്കുക. നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടുക. അതിന് കിട്ടുന്ന റിസൾട്ട് എന്താണോ, അതായത് മാക്സിമം എഫേർട്ട് ഇട്ട് എന്തായാലും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ബാക്കി അതിനനുസരിച്ച് നമുക്ക് പൊക്കോളൂ. നമ്മള് എന്നെ കൊണ്ട് സാധിക്കുമോ, വേക്കൻസി ഉണ്ടാവോ, എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നിരുന്നൊന്ന് സംശയിച്ചിരിക്കാതെ
മാക്സിമം എഫോർട്ടിൽ നമുക്ക് നമുക്ക് നമ്മുടെ മുന്നിലുള്ള ടൈം നന്നായിട്ട് യൂസ് ചെയ്യുക. അത്രേ ഉള്ളൂ സാർ പറയാൻ. അപ്പൊ എല്ലാരും കേട്ടല്ലോ, അപർണ 3ാം റാങ്കുകാരിയാണ്. ആയിരക്കണക്കിന് ആളുകൾ എഴുതിയ പരീക്ഷയുടെ 3ാം റാങ്കുകാരിയാണ് നിങ്ങളടുത്ത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലൊക്കെ ഇങ്ങനെയുള്ള പല ടെൻഷനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട്, അതാ ഞാൻ കഴിഞ്ഞ ദിവസവും കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ 100% വിശ്വസിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കണം. അത് മാത്രമല്ല, നോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന നമ്മളെ എല്ലാവരെയും നിങ്ങൾ വിശ്വസിക്കും. കാരണം നിങ്ങൾ നല്ല റാങ്ക് വാങ്ങിച്ചാലേ നമുക്ക് സന്തോഷമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ചെയ്യുന്ന പോലെയാണ് പിടികിട്ടിയോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെയും നിങ്ങളെയും നിങ്ങൾ തന്നെ വിശ്വസിച്ചിട്ട് 100% എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ളതാണ് നമ്മൾ അപർണയുടെ ഈ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എന്തായാലും അപർണ, ഒത്തിരി സന്തോഷം നമ്മളുമായിട്ട് ഇത്രയും നേരം ഇന്ററാക്ട് ചെയ്തത്. ഇത് നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്കും ഇത് കാണുന്ന എല്ലാവർക്കും, ഇപ്പൊ ഈ പരീക്ഷ എന്നല്ല മറ്റുള്ള എല്ലാ പരീക്ഷയും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ ഇത് നല്ലതായിട്ട് ഗുണപ്പെടട്ടെ. വളരെ സന്തോഷം അപർണ. ഓക്കെ, താങ്ക് യു സാർ. ഒരുപാട് സന്തോഷം ഇങ്ങനെ അവസരം തന്നു. ഓക്കെ ഓക്കെ, ശരി ശരി, താങ്ക് യു സാർ. ഓക്കെ. അപ്പൊ ഇപ്പൊ നമുക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന പോലെ ഇത്രയും കുട്ടികൾ, അതായത് നമുക്കിപ്പോ ആദ്യത്തെ കുറച്ച് റാങ്കുകൾ 50 വന്ന റാങ്കുകളാണ് നമ്മളിത് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ അപർണയെ കാണുന്നുണ്ടല്ലോ എല്ലാവരും. 3ാം റാങ്കുകാരിയാണ് അപർണ, വയനാടുകാരി. പിന്നെ 4ാമത്തെ റാങ്ക് കിട്ടിയിട്ടുള്ള ആൾ നമ്മുടെ അശ്വതി GS, 4ാമത്തെ റാങ്കുള്ള ആളാണ്. പിന്നെ 13ാമത്തെ റാങ്ക് ഉണ്ട് ഇസ്മായിൽ. അതുപോലെ 19ാമത്തെ റാങ്ക്, 24ാമത്തെ റാങ്ക്, 26ാമത്തെ റാങ്ക്, 27, 29, 32, 38. ആദ്യത്തെ 50 ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് കുറെ അങ്ങോട്ടും ഉണ്ട്. അപ്പൊ ഞങ്ങള് അതാണ് ലിസ്റ്റ് കണ്ടിന്യൂ ചെയ്യും. നമ്മളപ്പോ ഇത്രയും പേരെയാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിന്റെ അകത്തേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ഇത് ഞാൻ പറയുന്ന പോലെ നമ്മളെ വിശ്വസിക്കുക. കണ്ടന്റുകൾ കൃത്യമായിട്ട് ഡൗട്ട്ഫുൾ ആവാതെ കണ്ടന്റുകൾ വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രം വളരെ നീറ്റായിട്ട് പഠിക്കാൻ വേണ്ടി കൂടിയാണ് ഇത് പറയുന്നത്. ദെൻ ഇപ്പൊ നമ്മൾ നിലവില് എടുക്കുന്ന കോഴ്സുകളാണ് ഫോറൻസിക് സയന്റിഫിക് ഓഫീസർ, FSL സയന്റിഫിക് ഓഫീസർ. നേരത്തെ അപർണ പറഞ്ഞ അത് വീണ്ടും രണ്ടാമത് വിളിച്ചതാണ്. ഫോറൻസിക് ഓഫീസർ FSL നമ്മൾ ഫിസിക്സ് ചെയ്യുന്നുണ്ട്, അതുപോലെ കെമിസ്ട്രി ചെയ്യുന്നുണ്ട്, ബയോളജി ചെയ്യുന്നുണ്ട്, അതുപോലെ ഡോക്യുമെന്റ്സിന്റെയും നമ്മൾ ചെയ്യുന്നുണ്ട്. വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. പിന്നെ KWA, കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ്, സബ്ജക്ട് ഓറിയന്റഡ് ആണ് ഇതെല്ലാം. റിസർച്ച് അസിസ്റ്റന്റ്, സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് റിസർച്ച് അസിസ്റ്റന്റ്, അതുപോലെ KWO സാനിറ്ററി കെമിസ്റ്റ്, അതുപോലെ ഫുഡ് സേഫ്റ്റി ഓഫീസർ, പിന്നെ HST ഫിസിക്കൽ സയൻസ്, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ അല്ലേ അതിന്റെ ഫിസിക്കൽ സയൻസ്, പിന്നെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, ദെൻ HSST കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, മലയാളമുണ്ട്, കൊമേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പൊ അടുത്ത് വരാൻ പോകുന്ന LP UP പരീക്ഷയുടെ ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോ ഇതിന്റെയൊക്കെ ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് ഇതുപോലെ നിങ്ങളുടെയൊക്കെ ഇന്റർവ്യൂ എടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണം. നന്നായിട്ട് ഓരോ പരീക്ഷയ്ക്കും, ഏത് പരീക്ഷയ്ക്കാണോ നിങ്ങൾ പഠിക്കുന്നത് ആ പരീക്ഷയ്ക്ക് വളരെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പൊ അപർണ പറഞ്ഞ പോലെ നമുക്കൊരു ഹെൽപ്പായിട്ട് ഒരാള് സൈഡിൽ ഉണ്ടെങ്കിൽ കണ്ടന്റുകളെല്ലാം നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താ, ഒരു റൗണ്ട് പഠിക്കുക, അതിനുശേഷം കുറെ തവണ ഇത് റിവൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു അപർണ പറഞ്ഞ മെയിൻ ഒരു പോയിന്റ്. അതാണ് നമുക്ക് റിവിഷൻ ടൈം ഒരുപാട് കിട്ടും. നമ്മൾ എത്രത്തോളം റിവൈസ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ മനസ്സിൽ കാര്യങ്ങൾ കിട്ടും. 1 മണിക്കൂറിൽ കുറെ കാര്യങ്ങൾ പെട്ടെന്ന് തലേന്ന് കളക്ട് ചെയ്യണമെങ്കിൽ അത്രത്തോളം റിവിഷൻസ് ചെയ്ത് നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോ നമ്മളിപ്പോ ഒരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. പക്ഷെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് തരികയാണ്, ഇത് പഠിച്ചാൽ മതി, ഓക്കെ, എന്നിട്ട് ഞങ്ങൾ പറയും ഈ ഡയറക്ഷനിലാണ് നിങ്ങൾ പോകേണ്ടത്, ഇന്നതാ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ പറയും. ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം ലാഭിക്കാം. ആ സമയം നല്ല രീതിയിൽ നമുക്ക് വിനിയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ നമ്മുടെ ഈ സെഷനിൽ ഉണ്ടായിരുന്ന നിൻ സാറ്, ജോയ് സാറ്, അരുൺ സാറ്, പിന്നെ ഞാനും, പിന്നെ നമ്മുടെ അപർണയും. അപ്പൊ എല്ലാവർക്കും വളരെ താങ്ക് യു. പരീക്ഷയ്ക്ക് പഠിക്കുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ബൈ.